ഹായ് നമസ്കാരം, ദാസനാണ് തൃശ്ശൂരിൽ നിന്ന്. അപ്പം ഞങ്ങളുടെ നാട്ടിലെ വേലൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 10-20 കിലോമീറ്റർ മാക്സിമം, 15-നും 20-നും കിലോമീറ്റർ ഉള്ളൂ ഈ പറഞ്ഞ സ്ഥലത്തേക്ക്. അപ്പം ഞാൻ പോവാറുണ്ട് സ്ഥലത്തേക്ക്. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത വേലൂർ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അവിടെ വേലൂരിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് പോയിട്ട് കുറുമാൽക്കുന്ന് എന്ന് പറഞ്ഞൊരു കുന്ന് പോലെയുള്ള സ്ഥലമാണ്. അവിടെ ഒരു വ്യക്തിയുടെ ഒരു തോട്ടമാണ്. ഇദ്ദേഹത്തിൻ്റെ പരിപാടി എന്താണ്, ധാരാളം വൃക്ഷത്തൈകളും കാര്യങ്ങളൊക്കെ, നഴ്സറി പോലത്തെ സംഭവമാണ്. അവിടെ ജാക്ക് ഫ്രൂട്ട്, അതായത് ചക്ക ധാരാളം ചക്കകളുടെ മരങ്ങൾ വിൽപ്പന നടത്തുന്ന വ്യക്തിയാണ്. ഇദ്ദേഹത്തിൻ്റെ അവിടെ ചക്കകൾ പെട്ടെന്ന് 1-2 കൊല്ലം കൊണ്ടൊക്കെ നമുക്ക് കായ് തരും, ചക്ക തരും. അപ്പം മനോഹരമായൊരു സ്ഥലമാണ്, കാണാൻ തന്നെ മനോഹരമാണ്. ഞാൻ കഴിഞ്ഞ ഒരു 4 മാസം മുമ്പ് ഇപ്പോൾ വീഡിയോ ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ചക്കകളൊന്നും അധികം ആയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാറ്. വേറെ ദിവസം വരാനൊക്കെ അവർ പറഞ്ഞിരുന്നു, പക്ഷേ എനിക്ക് പിന്നെ പോകാൻ പറ്റിയില്ല. ഇപ്പോഴങ്ങനെ ഒരു വീഡിയോ, അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കണ്ടു. അതായത് അതുകൊണ്ട് അതെന്താ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ മമ്മൂക്കയെ കുറിച്ചുള്ളൊരു വീഡിയോ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതിപ്പോൾ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം. അപ്പോൾ ഈ വീഡിയോയിൽ അദ്ദേഹം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കൂടി നമുക്ക് കാണാം. ആ വീഡിയോയിൽ മമ്മൂക്കയുടെ പിറന്നാൾ, 70ാം പിറന്നാളിന് നട്ട ഒരു പ്ലാവ്, ആ പ്ലാവ് ഇപ്പോൾ 2 വർഷം കഴിഞ്ഞപ്പോൾ ചക്കയുണ്ടായി. ചക്ക മുറിക്കുന്ന സംഭവമാണ്. അതിന് തൊട്ടടുത്ത് തന്നെ മോഹൻലാലിൻ്റെ പേരിലും അദ്ദേഹത്തിൻ്റെ ജന്മനാളിലും പ്ലാവ് വെച്ചിട്ടുണ്ട്. അത് വേറൊരു ദിവസം മുറിക്കാമെന്ന് പറഞ്ഞു. എന്തായാലും മമ്മൂക്കയ്ക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട്, മമ്മൂക്ക എന്തെങ്കിലും ഈ വീഡിയോ കാണുമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹം നട്ട ആ പ്ലാവിൽ നിന്ന് ചക്ക മുറിക്കുന്നതും, നല്ല ഭംഗിയുള്ള ചെറിയ ചക്ക, നല്ല ടേസ്റ്റൊക്കെ, നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ ചക്ക എല്ലാവർക്കും തരും. ആ സീസണിലൊക്കെ ആണെങ്കിൽ ആൾ ചക്ക നമുക്ക് എല്ലാവർക്കും കഴിക്കാനൊക്കെ തരും. പിന്നെ ഒരു കാണേണ്ട സ്ഥലം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഞാൻ ആ വീഡിയോ കൂടി ഇതിൽ എഡിറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്ലാവും ആ പ്ലാവിലുണ്ടായ ചക്കയും ആണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിനും ആശംസകൾ. ഇന്ന് വളരെ പ്രത്യേകതയുള്ള ഒരു ദിവസം. നമ്മുടെ മുന്നിൽ വീഡിയോ കാണും. ശ്രീ മമ്മൂട്ടി അവറുകളുടെ പിറന്നാളിന്, 70ാം പിറന്നാളിന് തൃശൂർ വേലൂർ കുറുമാൽ കുന്നിലെ ആയുർജാക്ക് ഫാമിൽ നട്ടുപിടിപ്പിച്ച പ്ലാവ് അദ്ദേഹത്തിന്റെ പിറന്നാളിന് അദ്ദേഹത്തിന് കൊടുത്ത സമ്മാനമാണ്. പ്രകൃതിക്ക് ഒരു കുട ചൂട് അല്ലെങ്കിൽ ആഗോളതാപനം തടയാൻ മമ്മൂട്ടിയുടെ പിറന്നാൾ സമ്മാനമായിട്ട്, 70ാം പിറന്നാൾ സമ്മാനമായിട്ട് നട്ടുപിടിപ്പിച്ച പ്ലാവ്. ഇത് പല സമയത്തും ചക്ക ഉണ്ടായിരുന്നു. ഇന്ന് ഒരു ചക്ക പഴുത്തിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം എന്തെങ്കിലും ഒരു ദിവസം വരും എന്നുള്ള ഒരു കാത്തിരിപ്പോട് കൂടിയിട്ട് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഈ ചക്ക മുറിക്കുന്നത്, ഈ വീഡിയോ ഒക്കെ അദ്ദേഹം കാണാൻ ഇടയുണ്ടാവട്ടെ. അദ്ദേഹത്തിന്റെ ആയുരാരോഗ്യത്തിന് പ്രാർത്ഥനയോടുകൂടി ഒരുപാട് കാലം അദ്ദേഹം ഈ ഫിലിം ഇൻഡസ്ട്രിയിലെ തിളങ്ങുന്ന നടനായിട്ട് നിൽക്കട്ടെ. ഒരു ചെറിയൊരു സന്തോഷമുള്ളത്, അദ്ദേഹത്തിന്റെ അനിയൻ സ്ഥാനത്തുള്ള ശ്രീ മോഹൻലാൽ അവറുകളുടെ പേരിലും ഈ തോട്ടത്തില് അദ്ദേഹത്തിന്റെ പിറന്നാളിനും പ്ലാവ് നട്ടുണ്ട്. അപ്പൊ ആ പ്ലാവ് നട്ടത് പുറകിലുണ്ട്. അപ്പോ ജ്യേഷ്ഠന്റെ പിറന്നാളിന് നട്ട പ്ലാവിന്റെ ചക്ക മുറിക്കുന്നത് അനുജനായ മോഹൻലാലും കാണട്ടെ. കുറുമാൽ കുന്നിൽ 2 പേരും എന്തെങ്കിലും ഒരു സമയം കിട്ടുകയാണെങ്കിൽ അവർ വരട്ടെ. അവരെ ഈ തോട്ടത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭയുടെ ഇന്റർനാഷണൽ വാട്ടർ സസ്റ്റൈൻമെന്റ് അവാർഡ് കിട്ടിയ ഈ തോട്ടം, സംസ്ഥാന ഗവൺമെന്റ് ഷോണിമിത്ര അവാർഡ് കിട്ടിയ തോട്ടം, IIT റൂർക്കിയിലും മറ്റ് IITകളിലൊക്കെ വാട്ടർ മാനേജ്മെന്റ് എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്ന സിലബസിന്റെ ഒരു ലെസൺ പഠിപ്പിക്കുന്ന ഈ തോട്ടത്തിലേക്ക് ശ്രീ മമ്മൂട്ടിയെയും ഈ മോഹൻലാലിനെയും ക്ഷണിച്ചുകൊണ്ട് മമ്മൂട്ടി അവരുടെ പേരിൽ നട്ടുപിടിപ്പിച്ച പ്ലാവിന്റെ ചക്ക, പഴുത്ത ചക്ക ഒന്ന് നമുക്ക് മുറിക്കാം, അത് കാണാം. ഇതാണ് ആ ചക്ക. അദ്ദേഹത്തെ പോലെ തന്നെ വളരെ പുഞ്ചിരിക്കുന്ന മുഖമായ മമ്മൂട്ടിയെ പോലെ തന്നെ നല്ല പ്രസരിപ്പുള്ള ചക്കയും അതിന്റെ ചുളകളും
ആ പഴുത്തിരിക്കുന്ന ചക്ക നമുക്ക് വളരെ വർണ്ണാഭമായി കാണാം. അപ്പോൾ ആയുർജാക്ക് ഫാമിൽ നിന്ന് വർഗീസ് തരകൻ, മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ ഇത് കാണുകയാണെങ്കിൽ അവരുടെ പേരിൽ പിറന്നാളിന് അവർക്ക് വേണ്ടിയിട്ട് ഒരു നട്ടുപിടിപ്പിച്ച പിറന്നാൾ സമ്മാനമായിട്ടുള്ള ആ പ്ലാവിന്റെ ചക്കയും തോട്ടമൊക്കെ കാണാൻ അവരെ ക്ഷണിച്ചുകൊണ്ട്, അവരുടെ ആരാധകരെ ക്ഷണിച്ചുകൊണ്ട് ആയുർജാക്ക് ഫാമിൽ നിന്ന് നിങ്ങളുടെ സ്വന്തം വർഗീസ് തരകൻ. താങ്ക് യു.